ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയും സുധിയും ബിസിനസ് തുടങ്ങിയത് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാശ് കൊണ്ടല്ലെന്നും രവീന്ദ്രൻ്റെ കാശ് കൊണ്ടാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുവാണ് നീലിമ. നീലിമയെ കൊണ്ട് ഈ സത്യം പറയിപ്പിക്കുന്നതാകട്ടെ സച്ചിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നീലിമ വീണ്ടും ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷനായിട്ട് കേരളത്തിലോട്ട് വരുവാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ സംബന്ധമായിട്ട് വന്നപ്പോഴേക്കും ആ പൈസ മൊത്തം ശ്രുതിയും അടിച്ചു മാറ്റിയല്ലോ. കേസൊക്കെ കൊടുത്ത് പലിശ സഹിതം അവരത് മേടിച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുവാണ് നീലിമ പുതിയൊരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ കേരളത്തിലോട്ട് എത്തുമ്പോൾ ആദ്യം വിളിക്കുന്നത് സച്ചിയാണ്. കാരണം നീലിമക്ക് സച്ചിയെ ഭയങ്കര ഇഷ്ടമായി. സച്ചിയുടെ സംസാര രീതികളും അതുപോലെ തന്നെ നീലിമക്കും കംഫർട്ടായിട്ടുള്ളത് സച്ചിയായിട്ടുള്ള യാത്രകളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തുമ്പോൾ നീലിമ വിളിക്കുന്നത് സച്ചിയാണ്. സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ്. കാരണം നീലിമ മാഡം തന്നെ മറന്നില്ലല്ലോ. കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും തന്നെ ട്രിപ്പിന് വിളിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തിൽ പോവാണ്. കാറിൽ വെച്ചിട്ട് അവർ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഞാൻ പുതിയൊരു ഫ്ലാറ്റ് മേടിച്ചു, അതിൻ്റെ രജിസ്ട്രേഷനായിട്ട് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം രജിസ്ട്രേഷന് വന്നതൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം അതെന്തായാലും നടത്തിയിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചു. 2 ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവും സച്ചി, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെയാണ് നീലിമ പറയുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും താങ്ക്സ് മാഡം, എന്നെ ഓർത്ത് ഈ ട്രിപ്പിന് വേണ്ടിയൊക്കെ എന്നെ വിളിച്ചല്ലോ. 2 ആഴ്ചയും ഇനി എന്നെ തന്നെ ആയിരിക്കില്ലേ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അതിനെന്താ ഇത്ര സംശയം, അതുകൊണ്ടല്ലേ ഞാൻ സച്ചിയെ ഓർത്തെടുത്ത് വിളിച്ചത്. എനിക്ക് സച്ചിയായിട്ടുള്ള യാത്ര അത്രയ്ക്ക് കംഫർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ യാത്രയിലുടനീളം സച്ചി രേവതിയെ പറ്റി പറയുവാണ്. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, അന്ന് ഞാൻ വന്നപ്പോഴും സച്ചി ഭാര്യയെക്കുറിച്ചാണ് സംസാരിച്ചത്, ഇപ്പോഴും ഭാര്യയെക്കുറിച്ച് തന്നെ. ഭാര്യ എന്താ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് രേവതി എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് പറയുവാണ്. എന്നിട്ട് നീലിമ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എത്തുമ്പോഴേക്കും സച്ചിയോട് ലഗേജും കൊണ്ടൊന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുവാണ് മുറിയിലോട്ട്. സച്ചി ലഗേജൊക്കെ ഇറക്കി കഴിയുമ്പോഴേക്കും നീലിമ അതിൻ്റെ ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ സച്ചിക്കായിട്ടൊരു കാനഡയിൽ നിന്ന് മേടിച്ച ഒരു കൂളിംഗ് ഗ്ലാസും കൊടുക്കുവാണ്. ഇന്ന് സച്ചി ഇത് ഞാൻ സച്ചിക്കായിട്ട് കാനഡയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, സത്യമാണോ, എനിക്ക് വേണ്ടി മേടിച്ചതാണോ? ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം മേടിച്ചത് ഇതാണ്. സച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ആവട്ടെ എന്ന് കരുതി ഞാൻ മേടിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണ്. സച്ചി അത് മേടിച്ചിട്ട് കണ്ണടയൊക്കെ വെച്ചൊക്കെ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ നീലിമ വേറൊരു പേറും കൂടി കൊടുക്കുവാണ് കൂളിംഗ് ഗ്ലാസിൻ്റെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സച്ചിയുടെ ഭാര്യക്കാണെന്ന് പറയുവാണ്. അപ്പോൾ സച്ചിയുടെ സന്തോഷം ഇരട്ടിയാവുകയാണ്. എൻ്റെ ഭാര്യയ്ക്കോ, എനിക്ക് കണ്ണട തന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും കൂടി തന്നപ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല മാഡം എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, സച്ചിയുടെ വായന എപ്പോഴും രേവതിയുടെ വിശേഷം മാത്രമല്ലേ വരാറുള്ളൂ. അപ്പോൾ സച്ചിയെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ രേവതിയെ പറ്റിയും ഓർക്കില്ലേ, അതുകൊണ്ടാണ് കൂട്ടത്തിൽ രേവതിക്കും ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചു. മേടിച്ചോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി സന്തോഷത്തോടെ തന്നെ മേടിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാം, മാഡം എന്നെയും എൻ്റെ ഭാര്യയും ഓർത്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഗിഫ്റ്റായിട്ട് തന്നു. ഇത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാൻ മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കട്ടെ, ഇത് തരുന്നത് പോലെ മാഡം എനിക്ക് ഫോട്ടോയിൽ നിൽക്കണം, അപ്പോഴേ ആളുകൾ വിശ്വസിക്കും, അല്ലാതെ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല മാഡം, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീലിമ പറയും, അതിനെന്താ സച്ചി, എടുത്തോ എന്ന് പറയുമ്പോഴേക്കും സച്ചിയും നീലിമയും ചേർന്ന് നിന്നൊരു സെൽഫിയൊക്കെ എടുക്കുവാണ്. എന്നിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തിൽ ഈ കൂളിംഗ് ഗ്ലാസും കൊണ്ട് പോവാണ്. രേവതിയെ വിളിക്കുമ്പോഴേക്കും രേവതി അമ്മയുടെ പൂക്കടയിലാണെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അമ്മയുടെ പൂക്കടയിലോട്ട് പോവാണ്. അപ്പോൾ സച്ചി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല സ്റ്റൈലിൽ ഇറങ്ങുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇതാര്, സച്ചിയേട്ടൻ തന്നെയോ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും, ശരിക്കും ഇതേ ഇവിടത്തെ ഗ്ലാസ് അല്ല, കാനഡയിലുള്ള ഗ്ലാസ്സാന്നൊക്കെ പറയുവാണ്. കാനഡയെന്നോ, ഇതാര് തന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുവാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നില്ല ഞാനൊരു കാനഡയിൽ നിന്ന് വന്ന ഒരു ട്രിപ്പിനെ പറ്റി, നീലിമ മാഡം, ആ മാഡം ഇപ്രാവശ്യം മറക്കാതെ എനിക്ക് കൊണ്ടുവന്ന് തന്നതാ, എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ ഈ കൂളിംഗ് ഗ്ലാസ്. എനിക്ക് മാത്രമല്ല രേവതി, നിൻ്റെ കാര്യം ഓർത്ത് നിനക്കും ഒരു കൂളിംഗ് ഗ്ലാസ് തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിക്കും ആ കൂളിംഗ് ഗ്ലാസ് കൊടുക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കെന്തിനാ ഇതൊക്കെയെന്ന് പറയുമ്പോഴേക്കും, നീ വെക്ക് രേവതി, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി വെക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, രണ്ടുപേരും ചേർന്ന് നിൽക്ക്, ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, നമ്മൾ രണ്ടുപേരും മാത്രമാക്കുന്നത് എന്തിനാ, നിങ്ങളും വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടി ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുക്കുവാണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടനെ ഗിഫ്റ്റായിട്ട് കൂളിംഗ് ഗ്ലാസ് തന്നത് ഓക്കെ, എനിക്കെന്തിനാ മാഡം തന്നെയെന്ന് ചോദിക്കുമ്പോഴേക്കും, എന്നെപ്പറ്റി എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, രേവതി ചേച്ചിയെ പറ്റി മാഡത്തിന് പിന്നെ അറിയാതിരിക്കോ, സച്ചേട്ടൻ്റെ വാ തുറന്നാൽ രേവതി ചേച്ചിയെ പറ്റി പറയാനല്ലേ നേരം കാണുള്ളൂ, അതുകൊണ്ടായിരിക്കുള്ളൂ മാഡം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ
ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതാണ് ദേവുവിന് കാര്യം മനസ്സിലായി എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ദേവും രേവതിയും കൂടി എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുവാണേ. അപ്പോൾ നോക്കുമ്പോഴേക്കും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കൂട്ടത്തിൽ നീലിമ സച്ചിക്ക് കൂളിംഗ് ഗ്ലാസ് കൊടുക്കുന്ന ആ ഫോട്ടോയും കാണുവാണേ. അപ്പോൾ ദേവു ഇങ്ങനെ ആലോചിക്കും ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതാരാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇതാണ് എനിക്ക് കൂളിംഗ് ഗ്ലാസ് തന്ന കാനഡയിൽ വന്ന സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും ദേവു പറയും ഇവരാണോ അത്, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സച്ചി പറയും ആണോ കണ്ടിട്ടുണ്ടോ, എവിടെന്നാ? അപ്പോൾ ദേവു ഇങ്ങനെ കുറേ നേരം ആലോചിക്കുവേ. അപ്പോൾ ദേവു പറയും ഹാ, നമ്മുടെ സുധിയുടെയും രേവതിയുടെയും കല്യാണത്തിൻ്റെ സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നു. സുധിയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതും കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി രേവതി ഇങ്ങനെ ദേവുവിനെ സൂക്ഷിച്ച് നോക്കുവാണേ. ആണോ, ഇവരുണ്ടായിരുന്നു ആ കല്യാണത്തിന്? ആ സച്ചിയേട്ടാ, എനിക്കുറപ്പാ ഭയങ്കര ക്ലോസ് ആയിട്ടാ സുധിയൊട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കാനും കാരണം. പിന്നെ ഇവർ മാറിയപ്പോഴേക്കും ഇവരെ ഞാൻ ഫോളോ ചെയ്തും പോയായിരുന്നു. അപ്പോൾ ഫോണിൽ കൂടി ഇവരെന്തോ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് ഹാ, നീലിമ എന്നല്ലേ ഇവരുടെ പേരെന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും ഇങ്ങനെ നെട്ടുവാണേ. അപ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടാ, സുധിയുടെ കാമുകിയുടെ പേരും നീലിമ എന്നായിരുന്നില്ലേ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ സച്ചി ഇങ്ങനെ സംശയത്തിൽ നിൽക്കുവാണേ. അപ്പോൾ രേവതി വീണ്ടും പറയുന്നുണ്ട് ഈ മാഡം കാനഡയിൽ നിന്നല്ലേ വന്നത്, അന്ന് അച്ഛൻ്റെ പൈസ എടുത്ത് ഓടിപ്പോയ പെണ്ണും കാനഡയിലോട്ടാണ് പോയത്. അപ്പോൾ ഇവർ രണ്ടും സെയിം ആണോ സച്ചിയേട്ടാന്നൊക്കെ രേവതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴേക്കും നീലിമ തന്നെയാണ് ആ പെണ്ണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവളാണല്ലേ എൻ്റെ അച്ഛൻ്റെ കാശും എടുത്ത് ഓടിയവൾ, ഈ കേടിയം കൊണ്ടാണോ ഞാൻ കാറിൽ ഇത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്നത്? രേവതി, കഴിഞ്ഞ പ്രാവശ്യം ഇവൾ വന്ന് തിരിച്ചു പോയപ്പോഴാണ് സുധി ബിസിനസ് തുടങ്ങിയത്. എന്തൊക്കെയോ ഇതിൽ കളികൾ നടക്കുന്നുണ്ട്, അതെനിക്കറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് സച്ചി തീരുമാനിച്ച് നേരെ നീലിമയുടെ ഫ്ലാറ്റിലോട്ട് പോവാണ്. സച്ചിയെ കാണുന്നത് നീലിമ ചോദിക്കുന്നുണ്ട് അല്ല സച്ചി, ഞാൻ കാറൊന്നും ട്രിപ്പൊന്നും വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ സച്ചി വന്നേന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ട്രിപ്പൊന്നും വിളിച്ചില്ലായിരിക്കും, പക്ഷെ എനിക്ക് കാശ് വേണം എന്ന് പറയുവാണ്. അപ്പോൾ നീലിമ ചോദിക്കും കാശോ, ഏത് കാശ്? അപ്പോൾ സച്ചി നല്ല അധികാരത്തിൽ നീലിമയുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ സോഫയിലേക്ക് കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുവാണേ. എന്നിട്ട് പറയും എനിക്ക് നീലിമയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുവാണ് സച്ചി. സംസാരത്തിൻ്റെ രീതി മാറുന്നത് നീലിമ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം മാഡം എന്ന് വിളിച്ചവർ ഇപ്പം നീലിമ എന്നൊക്കെ പേരെടുത്ത് വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് സച്ചി എന്താ ഇത്ര ഒരു റൂഡായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നേരത്തെ നിങ്ങൾ കണ്ടത് ഡ്രൈവറായിട്ടുള്ള സച്ചി, ഇതാ സച്ചിയല്ല. ഈ സച്ചി തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മാറില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകാമെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് ഹാ, നിങ്ങൾക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തരാൻ ഞാൻ പാടില്ലായിരുന്നു, അതാ ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഇറക്കി വിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും ഞാൻ അറിയാനുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ, നിങ്ങൾക്ക് സുധിയെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിം ഇങ്ങനെ ഷോക്കിൽ നിൽക്കുവാണേ. ഏത് സുധി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നിൻ്റെ പഴയ കാമുകൻ സുധി എന്താ ഓർമ്മയില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ സച്ചിക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ സുധിയുടെ അനിയനാൻ സച്ചി എന്ന് പറയുമ്പോഴേക്കും നീലിമക്ക് അത് വീണ്ടും ഒരു ഷോക്കാവുകയാണ്. നീ അന്ന് ഓടിപ്പോയപ്പോഴേക്കും കുറച്ച് കാശും കൂടി കൊണ്ടുപോയായിരുന്നില്ലേ, അതെവിടെ? അത് സുധിയുടെയൊന്നും അല്ല എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട് സുധിയുടെ അല്ലെന്ന് എനിക്കറിയാം, അത് നിങ്ങളുടെ അച്ഛൻ്റെ കാശല്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഹോ, അപ്പോൾ നിനക്കറിയാലേ എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നീ അടിച്ചോണ്ടും പോയതെന്ന്. നിന്നെയാണ് ഞങ്ങൾ ഇത്ര നാൾ തേടിക്കൊണ്ടിരുന്നത്, അഹങ്കാരി. മര്യാദക്ക് ആ കാശ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ടും പോയ ആ 30 ലക്ഷം അതെനിക്കിപ്പോൾ തന്നെ കിട്ടണം, അതില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നീ ആര് വേണമെങ്കിലും വിളിച്ചോ, പോലീസിനെ വിളിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ആര് വന്നാലും ശരി, ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറയുമ്പോഴേക്കും നീലിമ സച്ചിയെ നോക്കി പൊട്ടിച്ചിരിക്കുവാണേ. എൻ്റെ സച്ചി, ആ കാശൊക്കെ ഞാൻ എപ്പോഴേ സുധിക്ക് കൊടുത്തു കഴിഞ്ഞു, പലിശ അടക്കം 50 ലക്ഷം രൂപയാണ് ഞാൻ സുധിക്ക് കൊടുത്തതെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നീ എന്താ എന്നെ പൊട്ടനാക്കാൻ നോക്കുവാണോ? ഞാൻ അത്രക്ക് മണ്ടനൊന്നുമല്ല, മര്യാദയ്ക്ക് എൻ്റെ കാശ് തന്നോന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് സച്ചി, ആ പൈസ ഞാൻ സുധിക്ക് കൈമാറി കഴിഞ്ഞിരുന്നു. എന്താ ആ വിവരം അവൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ലേ? അവൻ ഭയങ്കര റൗഡിയാണല്ലോ. അപ്പോൾ എൻ്റെ സച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന ടൈമിൽ സുധി എന്നെ കണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എൻ്റെ അടുത്തുനിന്ന് പലിശ സഹിതം 50 ലക്ഷം രൂപയാണ് അവൻ മേടിച്ചത്. സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച സച്ചിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. അല്ല, അന്ന് വിറ്റ്നസിൻ്റെ സ്ഥലത്ത് സച്ചിയല്ലേ സൈൻ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും സച്ചി ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്ത് നോക്കുവാണേ. അപ്പോൾ സച്ചിക്ക് ഏകദേശം എല്ലാ സംഭവങ്ങളും ക്ലിയർ ആവുന്നുണ്ട്.
സത്യമാണോ ഇത് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സച്ചിക്ക് എന്നെ വിശ്വസിക്കാം, സംശയം ഉണ്ടെങ്കിൽ സ്റ്റേഷനിലൊക്കെ പോയി അന്വേഷിച്ചോ, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴും ആ ശ്രുതി പറ്റിക്കുന്ന സ്വഭാവം നിർത്തിയിട്ടില്ലല്ലേ, അപ്പോൾ നിങ്ങളോട് ആരും ഈ വിവരം പറഞ്ഞിട്ടില്ലല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. നിങ്ങളുടെ ബ്ലഡ് അല്ലേ അവൻ, നിങ്ങൾ ആ ബ്ലഡ് തന്നെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എന്താ സച്ചി ഇതെന്നൊക്കെ പറഞ്ഞ് നീലിമ കളിയാക്കുന്നുണ്ടേ. എന്നിട്ട് പറയും, ഞാൻ എന്തിനാ സച്ചിയുടെ ചേട്ടനെ കളഞ്ഞിട്ട് പോയതെന്നറിയാവോ, അവൻ എല്ലാവരെയും പറ്റിക്കും, സ്വന്തം അച്ഛൻ അമ്മ അനിയന്മാര് ഇവരെയൊക്കെ പറ്റിക്കുന്ന ഒരാളാ, അപ്പോൾ പിന്നെ എന്നെയും പറ്റിച്ച് ഒരു സമയത്ത് പോവത്തില്ലേ, അതാ ആദ്യം തന്നെ ഞാൻ അവനെ പറ്റിച്ച് ഓടിപ്പോയി എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അതെൻ്റെ അച്ഛൻ്റെ കാശാ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എത്തേണ്ട കാശ്, അവൻ ആ കാശിനായിരിക്കുമല്ലേ അപ്പോൾ ബിസിനസ് തുടങ്ങിയത്, ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മായച്ചൻ അയച്ചു കൊടുത്തതാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അമ്മായച്ചൻ്റെ കാശൊന്നല്ല, അത് നിങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ കാശ് തന്നെയാണ്. പിന്നെ സച്ചി, സുധിക്ക് ഇതുപോലെയൊന്നും കള്ളത്തരങ്ങൾ ആലോചിച്ച് കൂട്ടാനുള്ള ബുദ്ധിയൊന്നുമില്ല, ഇതൊക്കെ അവൻ്റെ ഭാര്യയുടെ പണിയായിരിക്കുള്ളൂ, സുധിയേക്കാളും ഡേഞ്ചർ സുധിയുടെ ഭാര്യയാന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എനിക്ക് ഇതെത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി പറയണം, ഞാൻ പറഞ്ഞാൽ വീട്ടിലുള്ള ആരും വിശ്വസിക്കില്ല, നീലിമ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ നീലിമ പറയും, പോലീസ് സ്റ്റേഷനിൽ തെളിവില്ലേ, അതൊക്കെ കൊണ്ടുപോയി കാണിച്ചാൽ പോരെ സച്ചിക്കെന്ന് പറയുമ്പോഴേക്കും, ഞാൻ തെളിവൊക്കെ കൊണ്ടുപോയാൽ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുവാണെന്നേ അവർ പറയത്തുള്ളൂ, സുധി ആ റൂട്ട് മാറ്റിവിടും, നീലിമ തന്നെ നേരിട്ട് വന്ന് പറയുവാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കും, പ്ലീസ് എൻ്റെ കൂടെ ഇപ്പം തന്നെ വന്ന് ഈ സത്യങ്ങളൊക്കെ പറയണമെന്ന് പറയുമ്പോഴേക്കും നീലിമക്കും സന്തോഷമാവേ, കാരണം ശ്രുതിക്കും ഒരു പണി കൊടുക്കാൻ കാത്തിരിക്കുവാണല്ലോ നീലിമ. ശരി, ഞാൻ വരാം എന്നൊക്കെ നീലിമ പറയുവാണ്. എന്നിട്ട് സച്ചി വീട്ടിൽ പോയിട്ട് ആദ്യം തന്നെ എല്ലാവരെയും ഹോളിൽ പിടിച്ചിരുത്തുവാണേ. എന്താടാ ഇതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും, അച്ഛാ ഇന്നൊരു കേസിന് തീർപ്പ് കൽപ്പിക്കാനുണ്ട്, ഇതിന് 2 കുറ്റവാളികളാ ഉള്ളത്, 2ൻ്റെ മുഖം മൂടി ഞാനിന്ന് വലിച്ചൂരും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ സുധിയെ വിളിച്ച് നിർത്തുവാണേ. എന്നിട്ട് പറയും, അച്ഛൻ 35 വർഷം കഷ്ടപ്പെട്ട് സർവീസിലിരുന്ന് ജോലി ചെയ്തു, അതിൻ്റെ പെൻഷൻ കാശ് 30 ലക്ഷം രൂപ, ആ 30 ലക്ഷം രൂപ ഇവൻ അടിച്ചു മാറ്റി, അത് അച്ഛൻ അറിയാലോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ അത് അച്ഛനെ മാത്രമല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ, അതെന്തിനാ ഇപ്പോൾ വീണ്ടും പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കഥ, പക്ഷെ അറിയാത്ത ചില കഥകളും കൂടി ഉണ്ടാ, ഞാൻ സംസാരിക്കുമ്പോൾ ആരും ഇടയിൽ കയറി സംസാരിക്കരുതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി, ഇവൻ ആ പൈസ അടിച്ചെങ്കിലും ഇവനെ പറ്റിച്ചിട്ട് ആ പെണ്ണ് പോയില്ലേ, ഇവൻ്റെ പഴയ ലവർ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിലാണൊരു ട്വിസ്റ്റ് ഉള്ളത് അച്ഛാ, ഇവൻ്റെ വാക്ക് പ്രകാരം ആ പൈസ നീലിമ അടിച്ചു കൊണ്ടുപോയെന്നും, അതായത് ഇവൻ്റെ പഴയ കാമുകി ഇതുവരെ ആ പൈസ തിരിച്ചു തന്നില്ലെന്നുമാണ് ഈ സുധി പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുകയാണേ. സുധിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, സച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നിന്നും, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും ശ്രീകാന്തിനെ വിളിച്ച് സച്ചി സുധിയുടെ കൈ പിടിപ്പിച്ച് അവിടെ തന്നെ നിർത്തുവാണ്. നീ ഇപ്പം എവിടെയും പോകുന്നില്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്നും എല്ലാവരും പുറത്തോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുവാണ്. നീ എന്താ സച്ചി ഈ പറയുന്നെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ നീലിമ എന്ന് പറഞ്ഞ പെണ്ണ് ഇവനെ പറ്റിച്ച് പൈസ എടുത്തോണ്ട് ഓടി എന്ന് പറഞ്ഞത് സത്യമാണ്, അതും കാനഡയിലോട്ട്, പക്ഷേ ആ പൈസ തിരിച്ച് കിട്ടിയ വിവരം ഇവൻ ഈ വീട്ടിലുള്ള ഒരാളോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടി നിൽക്കുവാണേ. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ശ്രീകാന്ത് സച്ചിനോട് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതൊക്കെ നടന്നിട്ട് മാസങ്ങളായടാ, ഇവൻ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ സുധി ഇത് സത്യമാണോ, ആ കാശ് നിന്റെ കയ്യിൽ തിരിച്ചു കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, അച്ഛാ ഈ സച്ചി വെറുതെ ഓരോന്നൊക്കെ പറയുക, എപ്പോഴും ഇവൻ എന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അങ്ങനെ തന്നെയാണ് ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരിയാ, ഇവനെ പണ്ട് തൊട്ടേ സുധിയെ കണ്ടിട്ട് അസൂയ, അതിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവനെ കണ്ടിട്ട് എനിക്കെന്താ അസൂയ, ഇവനെ പോലെ ക്രിമിനൽ ബുദ്ധിയൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുവാണേ. ശ്രുതി അപ്പം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, സച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു, പക്ഷെ സച്ചിയുടെ കയ്യിൽ തെളിവില്ല, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി വരുന്ന് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അങ്കിൾ, സച്ചിക്ക് എപ്പോഴും ഇങ്ങനെ ശ്രുതി എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ഇപ്പോൾ അതേ പുതിയൊരു കാരണമായിട്ട് വന്നുകൊണ്ടിരിക്കുക, സച്ചി മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയൊന്നും ആയിരിക്കില്ല, വേറൊരു രീതിയിലായിരിക്കും പെരുമാറുന്നത്, അച്ഛാ ആ പൈസ കിട്ടിയിട്ട് ഒരുപാട് നാളായി അച്ഛാ, ഇവൻ ഞങ്ങളോട് പറയാതെ മറച്ചു വെച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെ വെറുതെ ഓരോ കള്ളത്തരങ്ങളും നുണകളൊന്നും പറയാൻ നിൽക്കരുത്, എന്തെങ്കിലും തെളിവുണ്ടോ സച്ചിയുടെ കയ്യിലെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ പറഞ്ഞത് പോയിന്റ്, തെളിവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നീലിമയെ വിളിക്കുവാണ്.
നീലിമയെ കാണുന്നതും ശ്രുതിക്കും ടെൻഷനാവുകയാണ്. കാരണം ഇതിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. രവീന്ദ്രനും ചന്ദ്രയും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് നീലിമയെ കാണുമ്പോഴേക്കും. നീലിമ വന്ന് പറയും, അങ്കിൾ നിങ്ങളുടെ മോനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പെണ്ണാണ് ഞാൻ, എൻ്റെ പേര് നീലിമ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, എടി നീയാണല്ലേ അപ്പോൾ എൻ്റെ മോനെ പറ്റിച്ചിട്ട് പൈസ ആയിട്ട് കടന്നു കളഞ്ഞവള്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാനൊരു പാവത്തിനെയല്ല പറ്റിച്ചത്, സ്വന്തം കുടുംബത്തെ പറ്റിച്ച് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാശും കൊണ്ട് ഓടിപ്പോയവനെ ഞാൻ പറ്റിച്ചു, അത്രയേ ഉള്ളൂ എന്നൊക്കെ നീലിമ പറയുവാണ്. മോളെ അതിനാ മോഷ്ടിച്ചുണ്ടാക്കിയ കാശല്ല, ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അങ്കിൾ എനിക്ക് മനസ്സിലാവും, എന്നോട് ക്ഷമിക്കണം, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചൂടാവുന്നുണ്ട്. ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എത്ര ഈസി ആയിട്ട് ഇവള് പറയുന്നത്. എൻ്റെ മോൻ പാവം, അവനെ പറ്റിച്ചിട്ട് ആ പൈസ അടിച്ച് നീ ഓടിപ്പോയവളല്ലേ അടി, ഇപ്പൊ തന്നെ നിന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കും എന്ന് പറയുമ്പോഴേക്കും നീലിമ ചോദിക്കും, അല്ല എന്നെ എന്തിനാ ഇപ്പൊ പോലീസിൽ ഏൽപ്പിക്കുന്നത്, പിന്നെ എത്ര ലക്ഷം രൂപയാ നീ അടിച്ചു മാറ്റിയത്. അപ്പോൾ നീലിമ പറയുന്നുണ്ടേ, ഞാൻ അടിച്ചു മാറ്റി എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ ആ കാശ് എപ്പോഴേ ശ്രുതിക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. പലിശയടക്കം 50 ലക്ഷം രൂപയാണ് ഞാൻ ഇവനും കൊടുത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ സുധിയോട് ചോദിക്കുന്നുണ്ട്, സുധി ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, ഇല്ലച്ചാ ഇവൾ എന്തൊക്കെയോ വെറുതെ നുണകളൊക്കെ പറയുക, ഇവളും ആ സച്ചിയും കൂടി ചേർത്ത് നടക്കുന്ന അഭിനയം ഇതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നു, എന്താ ശ്രുതി ഈ പറയുന്നത്. അപ്പോൾ ചന്ദ്ര ശ്രുതിനോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ പറ ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, പൈസ മേടിക്കുമ്പോൾ ഈ ശ്രുതിയും ഉണ്ടായിരുന്നു, ഞാൻ അഭിനയിക്കുന്നതൊന്നുമല്ല, ദേ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈൻ ഇട്ട പേപ്പേഴ്സ്, അങ്ങനെ എല്ലാ തെളിവുകളും നീലിമ നിരത്തുവാണ്. ശ്രുതിയും ആകെ കുടുങ്ങിയ അവസ്ഥയിലാണ്. വർഷയും ശ്രീകാന്തും ഇതൊക്കെ നോക്കിയിട്ട്, അച്ഛാ ഇതൊക്കെ ഒറിജിനൽ കോപ്പിയാ, തട്ടിപ്പൊന്നും അല്ല എന്നൊക്കെ രവീന്ദ്രനോടും ചന്ദ്രയോടും പറയുവാണ്. ചന്ദ്ര ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണ്. ശ്രുതിയും കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ആ മുഖത്ത്. അവരെ തറപ്പിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ചന്ദ്ര. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ ബിസിനസ് തുടങ്ങിയില്ലേ, അത് ശ്രുതിയുടെ അച്ഛൻ കൊടുത്തയച്ച കാശ് കൊണ്ടൊന്നുമല്ല, അച്ഛൻ്റെ കാശിനാണ് ഇവനിപ്പോൾ ആ ഷോറൂം നടത്തിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ സച്ചി അടുത്ത സത്യം വെളിപ്പെടുത്തുവാണ്. അപ്പോൾ ശ്രുതിയും ഒന്നും പറയാതെ ഇങ്ങനെ മുഖവും താഴ്ത്തിപ്പിടിച്ച് നിൽക്കുവാണേ. നീലിമ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം. ശ്രുതി ഒരുപാട് പഠിച്ചിട്ടുണ്ട് അങ്കിൾ, പക്ഷേ ശ്രുതിക്ക് ടാലൻ്റ് ഇല്ല, പക്ഷേ സച്ചി അങ്ങനെയല്ല, നല്ല കഴിവുണ്ട്, നല്ല മനസ്സുണ്ട്. സച്ചി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ സത്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം അങ്കിൾ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നീലിമ ശ്രുതിയും ഇങ്ങനെ നല്ലോണം ഒന്ന് നോക്കിയിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. പിന്നെ വീട്ടിലൊരു കലാപം തന്നെ നടക്കുവാണ്. എല്ലാവരും കൂടി ശ്രുതിയും ചോദ്യം ചെയ്യുവാണ്. വർഷയും ശ്രീകാന്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ, ശ്രുതി ചേച്ചിയും ഇതിനൊക്കെ കൂട്ടി നിന്നല്ലോ, കഷ്ടം എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. രവീന്ദ്രൻ ശ്രുതിയോട് പറയുന്നുണ്ട്, നിന്നെയൊക്കെ എൻ്റെ മോനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാടാ. ശ്രുതി ഇവർ പറഞ്ഞത് സത്യമാണോ, ഈ കാശിനാണോ നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആ സത്യവും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതേ അങ്കിൾ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിയെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, എടാ ശ്രുതി നീ ഇത്രയും നാൾ എന്നെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ, നിന്നെ ഞാൻ എന്തോരം വിശ്വസിച്ചടാ, എന്നെ തന്നെ നീ പറ്റിച്ചില്ലേ, നിനക്ക് എങ്ങനെ തോന്നിയിടാന്ന് പറഞ്ഞ് ശ്രുതിയെ ഒരുപാട് തല്ലുമ്പോഴേക്കും ശ്രുതിയെ ഒറ്റിക്കൊടുക്കുവാണേ. അമ്മേ ആ കാശ് കൊണ്ട് ബിസിനസ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞ ഐഡിയ തന്നെ തന്നത് ശ്രുതിയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കുവാണ്. പിന്നെ ദേഷ്യം മൊത്തം തീർക്കുന്നത് ശ്രുതിയോടാണ്. ശ്രുതിയെ തല്ലി ചതക്കുന്നുണ്ട് ചന്ദ്ര ആ വീട്ടിലിട്ട്. എന്തിനാടി ഇങ്ങനെ കള്ളം പറഞ്ഞത്, നിന്റെ അച്ഛൻ്റെ കാശിനാ ബിസിനസ് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി അതിന് മറുപടി പറയാൻ വാ തുറക്കുമ്പോഴേക്കും, മിണ്ടിപ്പോകരുത് നീ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണ്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളെന്ന് പറഞ്ഞ് ഞാൻ തലേ കയറ്റി കൊണ്ടുവച്ച് നടക്കുമായിരുന്നു നിന്നെ, ഇപ്പോൾ നീ തന്നെ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചു, എനിക്ക് സന്തോഷമായിടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ശ്രുതിക്ക് കഴിവില്ല, അപ്പോൾ ഈ കാശ് കൊണ്ട് ബിസിനസ് എങ്കിലും തുടങ്ങാലോ എന്ന് ഓർത്തു. ശ്രുതിയാണെങ്കിൽ ഒരു മുതലാളിയുടെ ജോലി മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് ആൻറ്റി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും തല്ലുവാണേ. അവൻ്റെ അടുത്ത് ഞങ്ങൾക്കും സ്നേഹമുണ്ട്, ഇങ്ങനെ ഒരു പൈസ കിട്ടിയ വിവരം നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയത് കൊണ്ട് ശ്രുതിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു സ്ഥാനമുണ്ട്, അതുവരെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അമ്മയ്ക്ക് പോലും ശ്രുതിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ശ്രുതിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് വീണ്ടും ദേഷ്യം വന്ന് ശ്രുതിയെ ഒരുപാട് തല്ലുന്നുണ്ടേ. നിനക്കെന്ത് അധികാരമാടി, ഞാൻ അവനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ തല്ലുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി മാത്രമല്ല ഈ പ്രശ്നത്തിൽ ശ്രുതി ചേട്ടനും കൂടി കുറ്റക്കാരനാണ്, ഇപ്പോൾ ശ്രുതി ചേച്ചിയെ മാത്രം ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടില്ലേ എല്ലാവരും കൂടി ഇപ്പോൾ എന്നെയാ ചോദ്യം ചെയ്യുന്നത്, നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ, ഇനി എൻ്റെ മുമ്പിൽ നിങ്ങൾ രണ്ടാളും വന്നു പോകരുത്, ഇറങ്ങി പൊയ്ക്കോ ഇവിടെ നിന്നും പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് ചൂടാവും.
മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.